നിങ്ങളുടെ മൊബൈൽ ഫോണെ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? പലർക്കും തോന്നുന്ന ഒരു സംശയമാണല്ലേ ഇത്. ഉണ്ടാവുമോ? നമുക്കൊന്ന് നോക്കിയാലോ. വരൂ, കാണിച്ചു തരാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു സുരേഷം ചാനൽ. നമ്മളുടെ ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിലുള്ള ജിമെയിൽ ഐ ഡി ആണ് നമ്മളുടെ ഫോണിന്റെ വലിയൊരു കീ എന്ന് പറയുന്നത്. നമ്മുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് വേറെ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അയാളുടെ ഫോണിൽ ഈ ജിമെയിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ ഡ്രൈവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും. അതുക്കും മേലെ ചില ആപ്പുകൾ വഴി നമ്മളുടെ ഫോണിലുള്ള കാര്യങ്ങൾ അറിയാനും കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മുടെ ജിമെയിൽ ഏറ്റവും സേഫ് ആയിട്ട് വെക്കണം. ഇനി അഥവാ നമ്മുടെ ഫോൺ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ അത് നോക്കാനായിട്ട് നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്നുള്ളത് കാണും. ആ ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പേരും കൂടെ അവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നേരെ അത് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് പോകും. അതിൽ സെൻട്രലായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് കാണും. കണ്ടോ? ആ സെക്യൂരിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ യുവർ ഡിവൈസസ് എന്നിട്ട് കാണും. അതിന് താഴെ മാനേജ് ഓൾ ഡിവൈസസ് എന്നുള്ളത് കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടുള്ള ഫോൺ ഏതൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിന്റെ മൊബൈൽ നമ്പർ അല്ലാതെ, അതല്ല നിങ്ങളുടെ ജിമെയിൽ വെച്ച് ഉപയോഗിക്കുന്ന നിങ്ങളുടെ മറ്റു ഫോണുകൾ, അതായത് മോഡലുകൾ അല്ലാതെ വേറെ ഏതെങ്കിലും ഫോണിന്റെ മോഡൽ അവിടെ കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ അത് വേറെ ആരും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ഗൂഗിൾ ക്രോം കാണട്ടോ. ഗൂഗിൾ ക്രോം എന്നുള്ളത് നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും ചിലപ്പോൾ ഇവിടെ കാണിക്കും. അതല്ലാതെ വേറെ ഏതെങ്കിലും ഫോണിന്റെ മോഡൽ നമ്പർ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതെങ്ങനെ കാണും, സൈൻ ഔട്ട് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, സൈൻ ഔട്ടായി. അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ തന്നെയും ആ ഫോണ് സൈൻ ഔട്ട് ആകും. തീർന്നില്ല, പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് മാറ്റണം. ഈ സെക്യൂരിറ്റി എന്നുള്ളതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പാസ്വേഡ് എന്നുള്ളത് കാണും. അവിടെ പോയിട്ട് നിങ്ങളുടെ ജിമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ സുരക്ഷിതമായി. ആർക്കും നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ജിമെയിൽ ഐ ഡി ആണ്. ഒരിക്കലും പാസ്വേഡ് ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ? അതെ, നിങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ ഒരു താരമാകാൻ പറ്റും. നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, ഒരു വിദ്യാർത്ഥി ആയിക്കോട്ടെ, ഒഴിവില്ലാതെ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന വീട്ടമ്മ എന്നുള്ള ഉത്തരവാദിത്തം എടുക്കുന്നവരായിക്കോട്ടെ, ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, അത് വൻകിട ബിസിനസ്സോ ചെറുകിട ബിസിനസ്സോ എന്ത് തന്നെ ആകട്ടെ, നമ്മളിൽ ആർക്കും സോഷ്യൽ മീഡിയയെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ വരുമാനം നേടാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് വാട്സപ്പിൽ സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയുന്നതാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.